ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണേ. കാര്യം വേറൊന്നുമല്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചൊരു സാധനം ഞാനൊന്ന് ഉണ്ടാക്കാൻ പോവാണ്. അത്രയ്ക്ക് വലിയ സാധനമൊന്നുമല്ല, നിങ്ങൾക്കൊക്കെ ഈസി ആയിരിക്കാം. ഇടിയപ്പമാണ്. എന്നെക്കൊണ്ട് ഒട്ടും പറ്റില്ല. ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കി ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഭോപ്പാലിലായിരുന്ന സമയത്ത് അവിടുത്തെ ക്വാർട്ടേഴ്സിൽ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതുപോലെ നാട്ടിൽ നിന്ന് കുറച്ച് പൊടിയൊക്കെ കൊണ്ടുപോയി അതിനെ കുഴച്ച്, പക്ഷേ ശരിയായില്ല. അതിൻ്റെ പരുവോ തെറ്റിപ്പോയോ എന്താ, യൂട്യൂബൊക്കെ നോക്കി ചെയ്തതാണ്, പക്ഷെ ഒട്ടും ശരിയായില്ല. അവസാനം അതിനെ മറ്റേ ഇതിൻ്റെ അച്ചില്ലേ, ഇതിനെന്താ പറയുക, സേവാനാഴി, അതിനകത്തിട്ട് വെച്ചും കറക്കിയിട്ട് വീഴുന്നില്ല. അവസാനം ഞാനും ഉണ്ണിച്ചേട്ടനും അതെടുത്ത് അരിപ്പത്തിരി ഉണ്ടാക്കാൻ നോക്കി, അതും ഫ്ലോപ്പായില്ല. പിന്നെ അതും ഫ്ലോപ്പായിപ്പോയി. പിന്നെ അവസാനം ഞങ്ങൾ ആ മാവെടുത്ത് കളഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞാനും എൻ്റെ അനിയത്തിയും കൂടെ വീട്ടിൽ ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കി. സംഭവം ഭയങ്കരമായിട്ട് വെള്ളം കൂടിപ്പോയി, കുഴഞ്ഞു പോയി. പിന്നെ അതെന്ത് ചെയ്യാനായിരുന്നു, ഞങ്ങൾ പിന്നെ അതെന്താ ചെയ്തത്, അടയോ മറ്റോ ഉണ്ടാക്കിയെന്ന് തോന്നി. അങ്ങനെ ഭയങ്കര ഫ്ലോപ്പായ 2 പരീക്ഷണങ്ങൾക്ക് ശേഷം ഞാൻ 3ാമത് വീണ്ടും ഇറങ്ങി തിരിച്ചേക്കാണ്. അപ്പോൾ എനിക്കിതിനുള്ള സപ്പോർട്ടെല്ലാം തന്നത് രാജശ്രീ ചേച്ചിയാണ്, സേവാനാഴി തന്നതും ചേച്ചിയാണ്, ഉണ്ടാക്കാനുള്ള എളുപ്പവിദ്യ പറഞ്ഞു തന്നതും ചേച്ചിയാണ്. അപ്പോൾ ഞാനങ്ങനെ 2 കളിപ്പിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഇടിയപ്പത്തിനുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉണ്ണിച്ചേട്ടനാണെങ്കിൽ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ കറി ഉണ്ടാക്കി. കൊച്ചാണെങ്കിൽ കഞ്ഞി കുടിക്കുവാണേ. ഓണം വന്നാലും ഉണ്ണി പറഞ്ഞാലും കോരൻ്റെ കുമ്പിൾ കഞ്ഞി തന്നെയെന്ന് പറയുന്ന നടക്കാണ് കേട്ടോ അമ്പൂൻ്റെ അവസ്ഥ. അവൻ എന്തൊക്കെയാണ് ഉണ്ടെന്ന് പറഞ്ഞാലും അവന് രാത്രി ഗോതമ്പ് കഞ്ഞിയാണ്. അങ്ങനെ എന്തായാലും എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആവിയൊക്കെ കയറ്റി പുഴുങ്ങിയെടുത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, എന്തായാലും ശരിയായല്ലോ എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞ് മുട്ടയൊക്കെ പുഴുങ്ങിയതെല്ലാം എടുത്ത് അതിൻ്റെ തോലെല്ലാം ഉഴിച്ച് കളഞ്ഞ് പിന്നെ വേഗം പോയി ഞാൻ കുളിച്ചിട്ട് വന്നേ. അപ്പോഴത്തേനും നല്ല ചൂടായിരുന്നു, നന്നായി വീർത്തിട്ടുണ്ടായിരുന്നേ. കുളിച്ചിട്ട് വന്നു. പിന്നെ നേരെ കഴിക്കാനായിട്ടിരുന്നത് ഉണ്ണിച്ചേട്ടനും ഞാനും കൂടെ ഒരുമിച്ചിരുന്നു. കൊച്ചാണെങ്കിൽ സൈഡിൽ നിൽപ്പുണ്ട്. അവനും ഒരു ഇടിയപ്പം കൊടുത്തു, പാവല്ലേ, അവിടെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അത്രയേ ഉള്ളൂ. ഇന്നെന്തായാലും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല, എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു സാധനം ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ടാവാം. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാമേ. ഇത് കഴിഞ്ഞ് എൻ്റെ കൊച്ചിൻ്റെ കുറച്ച് ഷോ ഉണ്ട്, അതും കൂടെ കണ്ടിട്ടേ പോകാമേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.